ഹലോ നമസ്തേ. നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ശുഭദിനം. നല്ല കമന്റ് ഇടുന്ന എല്ലാവരോടും ഞാൻ ആദ്യം തന്നെ നന്ദി പറയാണ്. ഞാൻ എപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നും ഒന്നും പറയാത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെടുന്നവര് അത് ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എന്താ സംഭവിക്കാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി എനിക്ക് കൂടുതൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിങ് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ സാധിക്കുന്നവര് അതൊന്ന് ചെയ്യുക. നിർബന്ധം ഒന്നും ഈ ഒരു മേഖലയിലുള്ള ആൾക്കാർക്ക് ഒന്നും ഒരു കാര്യത്തിൽ നിർബന്ധം പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് എന്താണോ കിട്ടേണ്ടത് അത് കിട്ടും. അത് ആ സമയത്ത് കിട്ടും എന്നുള്ള പക്ഷമാണ്. എനിക്ക് എന്താണോ കിട്ടേണ്ടത് അത് നിങ്ങളിൽ നിന്ന് കിട്ടുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോ നല്ലത് മാത്രം വരട്ടെ. എപ്പോഴും പറയാനുള്ളത് പോലെ ഫ്രീ വില്ലിൽ മാത്രം കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എനർജി അല്ലാന്ന് എപ്പോഴാണോ തോന്നുന്നത് ആ നിമിഷം നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് നിർത്തുക, അടുത്ത റീഡിംഗിലേക്ക് പോവുക. പിന്നെ ഇതിന്ന് കിട്ടുന്ന അറിവ് ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക. അതേപോലെ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ നോക്കുക. ഓക്കെ, അപ്പോ നമുക്ക് റീഡിംഗിലേക്ക് പോവാം. അപ്പോ സ്പ്രെഡ് ഇങ്ങനെയൊക്കെയാ വന്നിരിക്കുന്നത്. ഇന്ന് ആദ്യം നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. എന്നിട്ടാണ് നിങ്ങളുടെ എനർജി നോക്കുന്നത്. നിങ്ങളുടെ എനർജി ആദ്യം പേഴ്സന്റെ എനർജിയാണ് ഫസ്റ്റ് റോയില്, സെക്കൻഡ് റോയില് നിങ്ങളുടെ എനർജിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോ ഇതിൽ കാണുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ റീഡിങ്ങിന്റെ ഒരു ബാക്കി എന്ന് വേണമെങ്കിൽ അങ്ങനെയാണ് ഇതിൽ സ്പ്രെഡ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇന്നലെ കാണുന്ന ആളുകൾ തന്നെയായിരിക്കും മിക്കവാറും ഇന്നും അവരുടെ എനർജി തന്നെയാണ് കണക്ട് ആയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വ്യക്തിക്ക് നല്ല കൺഫ്യൂഷൻ ആണ്. എന്താ ചെയ്യുന്നതെന്ന് ഒരു അറിയാത്തൊരവസ്ഥ. പോണോ വരണോ, എന്താ പറയാ, അങ്ങോട്ട് പോവുകയും ചെയ്തു ഇങ്ങോട്ട് വരാനും പറ്റില്ല എന്നുള്ളൊരു രീതിയിൽ നിൽക്കുകയാണ് ആള്. ആദ്യത്തെ കാർഡില് കാണുന്നത് ഏത് വഴിക്ക് പോകണം എന്നൊന്നും വഴി ദിക്കറിയാതെ നിൽക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയാണ്. ഒരാവേശത്തില് കിണറ്റിൽ ചാടിയ 10 ആവേശത്തിൽ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല എന്ന് പറയണ പോലെ ആളൊരു ആവേശത്തിലെടുത്ത് കിണറ്റിൽ ചാടിപ്പോയി. പക്ഷെ 10 ആവേശം എടുത്തിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരാൻ സാധിക്കുന്നില്ല എന്നാണ്. കാരണം അവിടെ മൊത്തം അവര് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇങ്ങോട്ട്. കാരണം അവർക്കറിയാം നിങ്ങൾ അവരെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പൊ ഒരിക്കലും നിങ്ങൾക്ക് വിട്ടുതരില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആൾക്ക് അവിടെ നിന്ന് വരാൻ ശ്രമിക്കുന്നുണ്ട് ആള്, പക്ഷെ നടക്കുന്നില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന മെസ്സേജ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്കിപ്പോ ഇതൊക്കെ ഒന്ന് കുറച്ച്, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഇതൊക്കെ അവരുടെ കർമ്മയാണ്. അവർക്ക് ഇതൊക്കെ ഒന്ന് കുറച്ച് അനുഭവിക്കണം. എനിക്കിപ്പോ കിട്ടുന്ന വേറൊരു മെസ്സേജ് എന്താന്ന് പറഞ്ഞാൽ, ആളിൽ നിന്നോ നല്ലൊരു ചീറ്റിങ് ആൾക്കും കിട്ടിയിട്ടുണ്ട്. അത് ആളുടെ ഒരു അശ്രദ്ധ കൊണ്ടുണ്ടായ ഒരു ചീറ്റിംഗ് ആണ്. അത് മേ ബി ആ വ്യക്തി, അതായത് തേർഡ് പാർട്ടി തന്നെ ആവണമെന്നില്ല, അവരുമായിട്ട് റിലേറ്റഡ് ആയ ആരിൽ നിന്നോ മേ ബി ആ തേർഡ് പാർട്ടിക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവാനുള്ള സാധ്യത കൂടെ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഒരു തോന്നൽ വരുന്നുണ്ട്. അതുകൊണ്ട് ആൾക്ക് നിരാശയാണ് എനിക്കിവിടെ കാണുന്നത്. എന്താ പറയാ, പിടിച്ചതിലും വലുതാണ് അളയിലുള്ളത് എന്ന് പറഞ്ഞ പോലെ, ഇവിടുന്ന് ഞാൻ അതന്നെ, ഈ പഴഞ്ചൊല്ലുകളൊന്നും വെറുതെ അല്ല അവര് പണ്ടുള്ള ആൾക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവരങ്ങനെ ചാടിത്തുള്ളി പോയതാണ്. അവിടെ പോയപ്പോ അവിടെയും നിരാശയാണ് ഫലം. അല്ലെങ്കിൽ അവർക്ക് റിലേഷൻഷിപ്പ് ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ അവരാഗ്രഹിച്ച ആ ഒരു എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സംഭവം അവർക്ക് അവിടുന്ന് കിട്ടുന്നില്ല. മേ ബി സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടത്തെ കിട്ടാത്ത എന്തോ ഒരു മഹത്തായ സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ അവർ പോകുന്നത്. മഹത്തായ കാര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ അങ്ങോട്ട് പോയത്. അതവിടെ ഇല്ല. ചെന്ന് വെട്ടപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് അവർക്ക് ഈ ഒരു ലവ് റിലേഷൻഷിപ്പ് എത്രയും പെട്ടെന്ന് അവസാനിച്ച് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. ഇതിപ്പോ എക്സ്ട്രാ മാരിറ്റൽ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരാരെങ്കിലും ആവാം, അല്ലെങ്കിൽ
ടീനേജേഴ്സിലുള്ള ആൾക്കാരായിരിക്കാം. കൂടുതൽ എനിക്ക് ഇവിടെ തോന്നുന്നത് ഭാര്യ ഭർത്താക്കന്മാരിലെ നിങ്ങളൊന്നെങ്കിൽ ഭാര്യ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവായിരിക്കാം. അപ്പൊ നിങ്ങളുടെ ആ ഒരു വ്യക്തിയാണ് പോയിരിക്കുന്നത്. അപ്പൊ അവര് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി വരാനായിട്ട് നോക്കുകയാണ്. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ സ്വീകരിക്കുക ഇല്ലയെന്ന് അറിയാത്തൊരു ടെൻഷനിലും കൂടിയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് വന്നേ പറ്റുള്ളൂ. കാരണം അവര് എല്ലാ ശ്രദ്ധയും എന്താ പറയാ അലേർട്ടായിട്ടിരിക്കുകയാണ്. ഏത് വഴിക്കാണ് അവർക്ക് പണി കിട്ടാൻ പോകുന്നത് എന്ന് അറിയില്ല. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ട് അവരവിടെ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഒരു സെലിബ്രേഷൻ കാണുന്നുണ്ട്, ഒരു മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോകുന്നുണ്ട്. അവരുടെ ആഗ്രഹം നിങ്ങളൊത്ത് അവര് പഴയ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അവരവിടുന്ന് ഈ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് വന്നാൽ റിയൽ ആയിട്ടും ഉറപ്പായിട്ടും ഞാൻ പറയുന്നു മാരേജ് അല്ലെങ്കിൽ റിയൂണിയൻ. മാരേജ് എന്നുള്ള വേർഡ് തന്നെയാണ് എനിക്ക് ഉപയോഗിക്കാനുള്ളത്. ചിലപ്പോൾ നിങ്ങൾ നേരത്തെ കല്യാണം കഴിച്ച ആൾക്കാരായിരിക്കും വീണ്ടും മാരേജ്, അങ്ങനെ നമ്മൾ ചിലവർ അമ്പലത്തിൽ പോയിട്ട് വീണ്ടും ഒന്നുകൂടെ മാലയിടുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു സംഭവം ആയിരിക്കാം. ചിലവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം തിരിച്ചു വന്നാൽ ഞങ്ങള് അവിടെ വെച്ച് താലി കെട്ടാന്നോ അല്ലെങ്കിൽ മാലയിടാന്നോ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ. ആ ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, പക്വതയോടുകൂടെ കാര്യങ്ങൾ നോക്കിക്കാണാൻ ശ്രമിക്കുക. ഇപ്പോ കാണുന്ന ആ ഒരു മനസ്സിന്റെ ചാഞ്ചാട്ടമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കുറയ്ക്കുക. അവര് വരും, വെയിറ്റ് ചെയ്തിട്ടിരിക്കുക. വീട്ടില് മക്കളൊക്കെ കളിക്കാൻ പോയ അമ്മമാര് വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിട്ടിരിക്കുക. പിന്നെ അതേപോലെ അവരെ വന്നാലും വാക്കുകൾ കൊണ്ട് എന്താ പറയാ കുത്തി നോവിപ്പിക്കാതിരിക്കുക. അവരെ സമാധാനമായിട്ട് നിങ്ങളുടെ സ്നേഹം മുഴുവൻ കൊടുക്കുക. പോട്ടെ സാരമില്ല, ഇതൊക്കെ ഒരു മക്കളെ കണക്ട് ചെയ്യുന്ന കൺസിഡർ ചെയ്യുന്ന പോലെ തന്നെ പോട്ടെ സാരമില്ല, തെറ്റുപറ്റിയതല്ലേ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഒരു ഹഗ്ഗില് അവര് നിങ്ങളുടെ ആവും ഉറപ്പായിട്ടും. കാരണം നിങ്ങൾ അത്ര അനുഭവിച്ചു കഴിഞ്ഞു. 3 of Swords വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ഡെഫിനറ്റ് ആയിട്ടും ഞാൻ പറയുന്നു. അല്ലാതെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ആരുടെയോ കൂടെ പോയത് തന്നെയാണ്, അല്ലാണ്ട് അമ്മായിമ്മയോ അല്ലെങ്കിൽ സാഹചര്യമോ അങ്ങനെയുള്ള തേർഡ് പാർട്ടി അല്ല. ഇത് പോയ തേർഡ് പാർട്ടി തന്നെയാണ്, ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ അവർക്കാണ് ആ ഒരു എനർജി കിട്ടാൻ പോകുന്നത്. കാരണം കർമ്മ എന്ന് പറഞ്ഞ ബൂമറാങ് പോലെയാണ്, നമ്മൾ കൊടുക്കുന്നതാണ് നമ്മൾ അനുഭവിക്കുക. അപ്പോ നിങ്ങളുടെ ഭാഗത്താണ് ശരി എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും ഉറപ്പായിട്ടും. നിങ്ങളുടെ കർമ്മയാണ് നല്ലതെന്നുണ്ടെങ്കിൽ, നിങ്ങളാണ് ശരിയെങ്കിൽ, നിങ്ങൾക്കാണ് നീതി ലഭിക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് തന്നെ കിട്ടും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? നിങ്ങളെ ഈ അനുഭവിപ്പിച്ച കാര്യങ്ങൾ തിരിച്ചവര് അനുഭവിക്കും. ക്ലിയർ ആയോ? അതായത് നിങ്ങൾ ഇപ്പോ ഒരു വിഷമം ഇതായില്ല, അവര് വിചാരിച്ചു നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണല്ലോ അപ്പൊ തട്ടിയെടുത്ത് പോയത്. അപ്പൊ ഇനി അവര് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അനുഭവിച്ച ഫീലിംഗ് എന്താണോ അതായിരിക്കും ഇനി അവർക്ക് കിട്ടാൻ പോകുന്നത്. ഹൃദയം നുറുങ്ങുന്ന ആ ഒരു വേദന അത് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം നിങ്ങളിലേക്ക് വരും എന്നാണ് പറയുന്നത്. തിരിച്ചു വന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ കമന്റ് ഇടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു വരാനുള്ള സൈൻ കിട്ടുന്നുണ്ടെങ്കിൽ കമന്റ് ഇടണം, കോണ്ടാക്ട് ഉണ്ടായെങ്കിൽ കമന്റ് ഇടണം, എന്തെങ്കിലും മെസ്സേജ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടണം. ഓക്കെ, കാരണം എന്നാലേ ഇത് വായിക്കുന്ന ആളുകൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതാ ഏറ്റവും നല്ല കാർഡാണ്, എംപ്രസ് കാർഡാണ് നിങ്ങൾക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾ മഹത്തായ ഒരു ക്യൂനായിട്ട് അവരുടെ കൂടെ മഹാറാണിയായിട്ട് നിങ്ങൾ ജീവിക്കാൻ പോവുകയാണ്. മേ ബി പ്രഗ്നൻസി ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസി ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും സന്തോഷമായിട്ടുള്ള സമ്പൽ സമൃദ്ധിയിലാണ് നിങ്ങൾ അവർ തിരിച്ചു വരുന്ന സമയത്ത് ജീവിക്കാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ കാൽച്ചോട്ടിലായിരിക്കും അവരുണ്ടാവുക. ഇതുവരെ അവർ പറഞ്ഞതനുസരിച്ചും കേട്ടും തൊഴി കിട്ടി പറഞ്ഞ പണി കിട്ടി കച്ചറ ഉണ്ടാക്കിയിട്ടൊക്കെ പോയതല്ലേ. ഇനി നിങ്ങൾ പറയുന്നിടത്ത് അദ്ദേഹം നിൽക്കും. കാരണം എല്ലാം അനുഭവിച്ചു, ഇനി എന്തായാലും നീ തന്നെ മതി എന്നുള്ള രീതിയിലായിരിക്കും അവർ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുക,
സന്തോഷമായിട്ടിരിക്കാം. നാളെയാണ് തുടങ്ങുന്നത്, നമ്മൾ ടാരോ പഠിപ്പിച്ച് തുടങ്ങുന്നത്. ഒരുപാട് പേര് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ 50 പേർക്കാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഓഫർ കൊടുക്കാന്നുള്ള തീരുമാനം ഒറാക്കിൾ കാർഡ് രാധാമാധവൻ ഒറാക്കിൾ കാർഡ് പ്രണയ ഒറാക്കിൾ കാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോ ബുക്കിംഗ് തുടരുകയാണ്. 50 പേരായിട്ടില്ല, ആവുന്നതേ ഉള്ളൂ. അപ്പോൾ താങ്കൾക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാർഡ് കിട്ടാനും ടാരോ പഠിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇനിയിപ്പോ കാർഡ് പഠിക്കാനൊന്നും നിർബന്ധമില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കാർഡ് മാത്രം വാങ്ങിച്ചോളൂ. ഒറാക്കിൾ കാർഡ് മാത്രം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ MRP റേറ്റിൽ നിന്ന് വളരെ കമ്മിയാക്കിയിട്ടാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ പറയാം. പിന്നെ അടുത്ത മാസത്തേക്കുള്ള ലൈഫ് കോച്ചിങ്ങിന്റെ ബുക്കിങ്ങും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഫെബ്രുവരി മന്തിലെ പുതിയ ബാച്ചിന്റെ കോച്ചിങ് ആരംഭിക്കുന്നുണ്ട്. അതിൽ ചേരാൻ താല്പര്യമുള്ളവർക്കും എന്നോട് പറയാം. ഇനിയല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ പൂജ അധികാര്യങ്ങളോ അല്ലെങ്കിൽ കാര്യസിദ്ധി പൂജ, മന്ത്രപൂജ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നോട് പറയാം. ബുക്കിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്താനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് അതിന് മുമ്പ് ഒരു ഒറാക്കിൾ കാർഡ് കൂടെ എടുത്ത് നോക്കാം. എന്നോട് അങ്ങനെ ഒരു മെസ്സേജ് കൂടെ കിട്ടുന്നുണ്ട്, ഒരു ഒറാക്കിൾ കാർഡ് കൂടെ എടുത്ത് നോക്കണം എന്ന് പറയുകയാണ്. പ്രണയ കാർഡ് തന്നെ ആയിക്കോട്ടെ. ഇതാണ് അല്ലെ കളർ, എത്ര കളർഫുൾ ആണ് നോക്കൂ. കാർഡ് എത്ര ഭംഗിയായിട്ടുള്ള കാർഡാണല്ലേ. ഇത് തൊടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു എനർജി നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഭഗവാനെ കൃത്യമായ ഉത്തരം കിട്ടണേ. നിങ്ങളുടെ പ്രണയത്തിന് ഇപ്പോൾ കിട്ടുന്ന ഉത്തരം കണ്ട. അഞ്ജലി കൃഷ്ണ എന്നുള്ളൊരു കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നൈരാശ്യം, പ്രണയ നൈരാശ്യം നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ എന്ത് ചെയ്യുക? പാസ്റ്റ് ലൈഫിനെ ലെറ്റ് ഗോ ചെയ്ത് കളയുക എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾ ഇന്ന് എന്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച മെത്തേഡാണ് ലെറ്റ് ഗോ. നിങ്ങൾ എന്ന് ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കുന്നോ അന്ന് റീകണക്ഷൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ലെറ്റ് ഗോ പ്രാക്ടീസ് എന്താണെന്നും എങ്ങനെയാണ് കൃത്യമായി ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നതെന്നും എങ്ങനെയാണ് കൃത്യമായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുന്നതെന്നും മെഡിറ്റേഷൻ ചെയ്യുന്നതും എന്ന് എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കോച്ചിങ്ങിന് താല്പര്യമുള്ളവർ വരാനായിട്ട് പറയുന്നത്. ഓക്കെ, താങ്ക് യു.